ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് 10th പ്രിലിംസ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. 28-ാം തീയതിയാണ് നമ്മുടെ 10th പ്രിലിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള കൂട്ടുകാർക്ക് ഈ ഒരു മോഡൽ എക്സാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. കാരണം ഇതിൽ ഭൂരിഭാഗം ടോപ്പിക്കുകളും നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചോദ്യവും ഉത്തരവും മാത്രമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യക്കായി സിസ്റ്റർ നിവേദിത അനൗദ്യോഗികമായ പതാക രൂപകൽപ്പന ചെയ്ത വർഷം. ഇന്ത്യക്കായി സിസ്റ്റർ നിവേദിത അനൗദ്യോഗിക പതാക രൂപകൽപ്പന ചെയ്ത വർഷം. ഉത്തരം ഓപ്ഷൻ എ 1904. ഉത്തരം ഓപ്ഷൻ എ 1904. രണ്ടാമത്തെ ചോദ്യം: ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാർ. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാർ. ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രശേഖർ, ഗുൽസാരിലാൽ നന്ദ. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാർ. മൂന്നാമത്തെ ചോദ്യം: സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളിൽ പെടാത്തത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളിൽ പെടാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി കടുവ. ഓപ്ഷൻ ഡി കടുവ. അടുത്തത് നാലാമത്തെ ചോദ്യം: സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ സി മുണ്ടകോപനിഷത്ത്. ഉത്തരം ഓപ്ഷൻ സി മുണ്ടകോപനിഷത്ത്. അഞ്ചാമത്തെ ചോദ്യം: ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം ഓപ്ഷൻ സി ദീനാനാഥ് ഭാർഗവ. ഉത്തരം ഓപ്ഷൻ സി ദീനാനാഥ് ഭാർഗവ. ആറാമത്തെ ചോദ്യം: ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ഉത്തരം ഓപ്ഷൻ ബി ശങ്കരാഭരണം. ഉത്തരം ഓപ്ഷൻ ബി ശങ്കരാഭരണം. ഏഴാമത്തെ ചോദ്യം: ജനഗണമന ദേശീയഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം. ജനഗണമന ദേശീയഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1950. ഉത്തരം ഓപ്ഷൻ ബി 1950. എട്ടാമത്തെ ചോദ്യം: ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം. ഉത്തരം ഓപ്ഷൻ സി 1911. ഓപ്ഷൻ സി 1911. ഒമ്പതാമത്തെ ചോദ്യം: വന്ദേ മാതരത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഹൈന്ദവ ദൈവം. വന്ദേ മാതരത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഹൈന്ദവ ദൈവം. ഉത്തരം ഓപ്ഷൻ സി ദുർഗ. ഓപ്ഷൻ സി ദുർഗ. 11ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ. 11ാമത്തെ ചോദ്യം: വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 1950 ജനുവരി 24. ഓപ്ഷൻ ബി 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ മൃഗം. ഓപ്ഷൻ ബി കടുവ. ഓപ്ഷൻ ബി കടുവ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഓപ്ഷൻ എ ആന. ഓപ്ഷൻ എ ആന. 11ാമത്തെ ചോദ്യം:
ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസം. ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസം. ഉത്തരം ഓപ്ഷൻ സി ചൈത്രം. ഓപ്ഷൻ സി ചൈത്രം. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963. ഓപ്ഷൻ ബി 1963. 16ാമത്തെ ചോദ്യം. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ ബി 2009. ഓപ്ഷൻ ബി 2009. 17ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി. ഓപ്ഷൻ എ ഗംഗ. ഓപ്ഷൻ എ ഗംഗ. 18ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഓപ്ഷൻ എ ഹോക്കി. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് ആഗസ്റ്റസ് ഹിക്കിയാണ്. അദ്ദേഹം ഏത് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് ആഗ്നസ്റ്റ് ഹിക്കിയാണ്. അദ്ദേഹം ഏത് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ്. ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യമാണ്. യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ആരംഭിച്ച വർഷം. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ആരംഭിച്ച വർഷം 1847. ഓപ്ഷൻ എ 1847. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി. ഉത്തരം ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ. 23ാമത്തെ ചോദ്യം. സത്യം ശിവം സുന്ദരം എന്തിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ സി ദൂരദർശൻ. സത്യം ശിവം സുന്ദരം എന്തിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ സി ദൂരദർശൻ. 24ാമത്തെ ചോദ്യം. സിം എന്നതിന്റെ പൂർണ്ണരൂപം. സിം എന്നതിന്റെ പൂർണ്ണരൂപം. ഉത്തരം ഓപ്ഷൻ ഡി സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. സിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. 25ാമത്തെ ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജെ.ബി. കൃപാലനി. ഓപ്ഷൻ സി ജെ.ബി. കൃപാലനി. 26ാമത്തെ ചോദ്യം. സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ ലാഹോർ. സ്വരാജ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. അടുത്തത് 27ാമത്തെ ചോദ്യം. 1890 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവാര്? 1890 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവാര്? ഉത്തരം ഓപ്ഷൻ ഡി കാദംബിനി ഗാംഗുലി. ഓപ്ഷൻ ഡി കാദംബിനി ഗാംഗുലി. 28ാമത്തെ ചോദ്യം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി വീരേശലിംഗം. ഓപ്ഷൻ ബി വീരേശലിംഗം. 30ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്താവനം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. അടുത്ത 30ാമത്തെ ചോദ്യം. അനുശീലൻ സമിതി രൂപീകരിച്ചതാര്? അനുശീലൻ സമിതി രൂപീകരിച്ചതാര്? ഉത്തരം ബരീന്ദ്രകുമാർ ഘോഷ്. ബരീന്ദ്രകുമാർ ഘോഷ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം. ഉത്തരം ആസാം. ഉത്തരം ആസാം. 32ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ചെന്നൈ. ഓപ്ഷൻ ബി ചെന്നൈ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഹരിയാന. ഓപ്ഷൻ സി ഹരിയാന. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഉത്തരം ഓപ്ഷൻ സി
BR അംബേദ്കർ. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരാണ്? BR അംബേദ്കർ. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ ആരംഭിച്ചതാര്? വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ ആരംഭിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ്. 37ാമത്തെ ചോദ്യം, ഗാന്ധിജി ഗുജറാത്തിൽ നടത്തിയ ആദ്യ സമരം. ഗാന്ധിജി ഗുജറാത്തിൽ നടത്തിയ ആദ്യ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഓപ്ഷൻ എ 1931. അടുത്ത ചോദ്യം, ഗാന്ധിജിയും ഏത് വ്യക്തിയും തമ്മിലുള്ള ഉടമ്പടിയാണ് ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയും ഏത് വ്യക്തിയും തമ്മിലുള്ള ഉടമ്പടിയാണ് ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇർവിൻ. ഓപ്ഷൻ ഡി ഇർവിൻ. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം. ഉത്തരം ഓപ്ഷൻ എ 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. അടുത്തത് 41ാമത്തെ ചോദ്യം, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു. ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു. 42ാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ എ 1928. ഓപ്ഷൻ എ 1928. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. 43ാമത്തെ ചോദ്യം, ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ചെക്ക് എന്ന മാർഗനിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം KT ഷാ. ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ KT ഷാ. 44ാമത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ എ ഡൽഹി ഉടമ്പടി. ഡൽഹി ഉടമ്പടി. 45ാമത്തെ ചോദ്യം, വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ഓപ്ഷൻ ബി ആണ്. ഉത്തരം 1930, 1931, 1932. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 1930, 1931, 1932. 46ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1942. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. 48ാമത്തെ ചോദ്യം, സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക. ഉഷ മേത്ത. ഉത്തരം ഉഷ മേത്ത. സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക ഉഷ മേത്ത. അടുത്തത് 49ാമത്തെ ചോദ്യമാണ്, പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല. ആരുടെ വാക്കുകളാണിത്? പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. അടുത്തത് 50ാമത്തെ ചോദ്യം, ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആര്? ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 50 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ മോക്ക് ടെസ്റ്റിൻ്റെ ബാക്കി ചോദ്യങ്ങൾ 100 ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി 50 ചോദ്യങ്ങൾ കൂടി പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാവുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.